കുവൈറ്റ് എംഒഎച്ചിലെ ലിങ്ക് ഓപ്പൺ ആണോ, അതുപോലെ തന്നെ സാലറി എത്രയാണ്, എക്സ്പീരിയൻസ് എത്ര വേണം, ഗ്യാപ്പ് അക്സെപ്റ്റഡ് ആണോ, അതുപോലെ തന്നെ അലവൻസ് ഉണ്ടോ, ഏജൻസികളൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഏജൻസികളാണ് അത് ചെയ്യുന്നത്, നമ്മൾ ഏജൻസി വഴി പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ബാൻ ചെയ്യുമോ, നമ്മൾ എക്സാം നാട്ടിൽ നിന്ന് എഴുതണോ അല്ലെങ്കിൽ കുവൈറ്റിൽ പോയിട്ടാണ് എഴുതേണ്ടത്, എക്സാം ടഫ് ആണോ, അതുപോലെ തന്നെ ഇപ്പോൾ കറന്റ് ലിങ്ക് ഓപ്പൺ ആണോ. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുവൈറ്റ് എംഒഎച്ചിനെ കുറിച്ചിട്ട് കുറേ പേര് പേഴ്സണലായിട്ടും അല്ലാതെ ഇമെയിലും ഒക്കെ ആയിട്ട് അതുപോലെ തന്നെ കമന്റിലുമായിട്ടൊക്കെ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ട്. ആ സംശയങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിൻ, നിങ്ങളുടെ സ്വന്തം മാറൻ. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങളുടെ സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ. കുവൈറ്റ് എംഒഎച്ച് തികച്ചും ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങളിപ്പോൾ ഷോർട്ട് ലിസ്റ്റഡ് ആയി, നിങ്ങൾ സെലക്ടഡ് ആയി, അല്ലെങ്കിൽ നിങ്ങൾ ഓഫർ ലെറ്റർ കിട്ടിയ ഒരാളായാൽ പോലും നിങ്ങൾ ഏജൻസി വഴിയാണ് പോയി എന്ന് കുവൈറ്റ് എംഒഎച്ച് മിനിസ്റ്റർ ഓഫ് ഹെൽത്തിലെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ ക്യാൻസൽ ചെയ്യും, നിങ്ങളുടെ വിസയൊക്കെ അവർ ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഏജൻസി വഴി പോകാൻ പാടില്ല. കുവൈറ്റ് എംഒഎച്ച് തികച്ചും ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രീ റിക്രൂട്ട്മെന്റ് ഉപയോഗപ്പെടുത്താൻ നോക്കുക, ഏജൻസി വഴിയൊന്നും പോകാതിരിക്കുക. ഏജൻസി ഇപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നില്ല, അവർ കുവൈറ്റ് എംഒഎച്ച് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് സംശയങ്ങളെ കുറിച്ച് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് സാലറിയെ കുറിച്ചിട്ടാണ്. സാലറി എന്ന് പറയുമ്പോഴത്തേക്കും 450 KD മുതൽ 800 KD വരെയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏതാണോ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടുന്നത് അതനുസരിച്ചും കൂടി ഇരിക്കും. നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് OT ആണോ ICU ആണോ അങ്ങനെ എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള അലവൻസും ഇൻക്രിമെൻ്റ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ സ്കൂൾ നേഴ്സായിട്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ OPD ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതനുസരിച്ചുള്ള സാലറി അവർക്ക് കിട്ടുള്ളൂ. പിന്നെ ഒരു മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ GNM-ഉം BSc-യും തമ്മിലൊരു 100 KD ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക, ഈ 450 മുതൽ 800 KD കിട്ടുമെന്ന് പറഞ്ഞാലും നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും അനുസരിച്ചിട്ടും കൂടിയായിരിക്കും നിങ്ങളുടെ സാലറി അവർ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ സാലറിയെക്കുറിച്ച് കറക്റ്റ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ ഹോസ്പിറ്റൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിലോട്ട് എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. എന്നാലും 450 മുതൽ ഒരു 800 KD വരെ കിട്ടാൻ വളരെ ചാൻസ് ഉണ്ട്. ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് കുവൈറ്റ് എംഒഎച്ചിലോട്ട് ഏജ് ലിമിറ്റ് എത്രയാണെന്നുള്ളത്. മുന്നേ ഒക്കെ ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ മെയിൽസിന് 35 ഇയേഴ്സും അതുപോലെ തന്നെ ഫീമെയിൽസിന് 40 ഇയേഴ്സുമാണ്. മെയിൽസിൻ്റെയും ഫീമെയിൽസിൻ്റെയും പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല, 45 ആണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു സംശയം എന്ന് വെച്ചാൽ ഫുഡ് ആൻഡ് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കുവൈറ്റ് എംഒഎച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഫുഡ് ആൻഡ് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടും കുവൈറ്റ് എംഒഎച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ലോക്കൽ റിക്രൂട്ട്മെൻറ്റ് വഴിയാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷനും ട്രാവലിങ്ങും ഒന്നും കുവൈറ്റ് എംഒഎച്ച് പ്രൊവൈഡ് ചെയ്യത്തില്ല. അതും കൂടി നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മെയിനായിട്ട് അലവൻസ് കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് OT ICU. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു നേഴ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ടുള്ള അലവൻസും കിട്ടുന്നതായിരിക്കും. കുറേ നേഴ്സുമാരുടെ മറ്റൊരു സംശയമാണ് കുവൈറ്റ് എംഒഎച്ച് ലൈസൻസ്ഡ് എക്സാം പാടാണോ, അതിപ്പോൾ നാട്ടിൽ നിന്നാണ് എഴുതേണ്ടത് അതോ നമ്മൾ കുവൈറ്റിൽ വന്നിട്ടാണ് എഴുതേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. മറ്റ് കൺട്രീസിലെ ലൈസൻസ്ഡ് എക്സാമിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുവൈറ്റ് എംഒഎച്ചിൻ്റെ ലൈസൻസ്ഡ് എക്സാം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവർ ചോദിക്കുന്നത്. അത് തികച്ചും സിമ്പിളാണെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ നഴ്സിംഗ് റിലേറ്റഡ് ആണ്. നമുക്ക് കുറച്ചൊന്ന് ഒരു ഐഡിയ നോളജൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റ് GCC കൺട്രീസിലെ ലൈസൻസ്ഡ് എക്സാമിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുവൈറ്റ് എംഒഎച്ചിൻ്റെ ലൈസൻസ്ഡ് എക്സാം വളരെ ഈസി ആയിരിക്കും. പിന്നെ ഇത് നമുക്ക് നാട്ടിൽ നിന്ന് എഴുതാൻ പറ്റില്ല. നമ്മൾ സെലക്റ്റഡ് ആയി കുവൈറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ഇതെല്ലാം റെഡിയാക്കി തരും. നമ്മുടെ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ എക്സാം പാസ്സാകേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് അധികം പാസ്സാകാതെ ആരും ഇരുന്നിട്ടില്ല, ഇതെന്തായാലും പാസ്സാകുന്നതായിരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കാതിരിക്കുക. നിങ്ങൾക്ക് കുവൈറ്റിലോട്ട് വന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ എക്സാം ഉണ്ടാവുക. പിന്നെ മെയിനായിട്ടുള്ള കുറേ സംശയമാണ് എക്സ്പീരിയൻസ് എത്രയാണ് വേണ്ടത്, ഗ്യാപ്പ് അക്സെപ്റ്റഡ് ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ട്. നിങ്ങളൊരു പ്രത്യേക ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് മിനിമം 2 ഇയർ എക്സ്പീരിയൻസ്ഡ് വേണം. നിങ്ങൾ കണ്ടിന്യൂസ് സ്റ്റിൽ വർക്കിംഗ് ആയിരിക്കണം. ഈ 2 ഇയേഴ്സിന് മുന്നേ നിങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും റീസൺ കാണിച്ചാൽ മതിയാകും. പക്ഷേ നിങ്ങൾ 2 ഇയേഴ്സ് കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റിൽ വർക്കിങ്ങും ആയിരിക്കണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ. ഇത് നിങ്ങൾ മറക്കാതിരിക്കുക. ഇപ്പോഴും ഒരുപാട് പേരുടെ സംശയമാണ് ലിങ്ക് ഓപ്പൺ ആണോ. കുറേ പേർക്ക് ലിങ്ക് ഓപ്പൺ ആകുന്നില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാം. ലിങ്ക് ഇപ്പോഴും ഓപ്പൺ ആണ്. ഞാൻ ഇതിനു മുന്നേ കുവൈറ്റ് എംഒഎച്ചിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചിട്ട് ഞാനൊരു കറക്റ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇനി അപ്ലൈ ചെയ്യാനുള്ളവരും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക.
ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ഏജൻസി ത്രൂ പോകാതിരിക്കുക. നിങ്ങളിപ്പോൾ സെലക്റ്റഡായി, നിങ്ങൾ ഓഫർ ലെറ്ററായി നിങ്ങൾക്ക് വിസ ഇഷ്യൂ ചെയ്താൽ പോലും നിങ്ങൾ ഏജൻസി വഴിയാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ അവിടെ ചെന്നിട്ടാലും അവർ ചിലപ്പോൾ നിങ്ങളെ ക്യാൻസൽ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കുവൈറ്റ് MOH അതൊക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുവൈറ്റ് MOHലോട്ട് പോകുന്ന ആൾക്കാർ ഏജൻസിയെ അപ്രോച്ച് ചെയ്യരുത്. അത് നിങ്ങൾക്ക് തന്നെ വിനയായി തീരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് ത്രൂ അപ്ലൈ ചെയ്യുക. ഈ ലിങ്ക് ത്രൂ മാത്രമേ നിങ്ങൾക്ക് കുവൈറ്റ് MOHലോട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നഴ്സിംഗ് വീഡിയോസ് എൻ്റെ ഇനി അടുത്ത വരുന്ന വീഡിയോസിലൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്